ഇന്നലെ വന്ന രോഗികൾ മുഴുവൻ കൂടുതൽ പേരും ആലോചിച്ച് നോക്കുമ്പോൾ മുട്ടുവേദനക്കാരാ മുട്ടുവേദന. അപ്പോൾ ഇതിനുള്ളൊരു പൊടിക്കൈ ഇന്നോട് പറയാമെന്ന് വെച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പൊടിക്കൈയുള്ള ആവശ്യം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ വന്ന രോഗികളിൽ ഭൂരിഭാഗം മുട്ടുവേദന ഇത് തന്നെ. അപ്പോൾ ഇവരുടെ കയ്യിലൊക്കെ എക്സ്റേ ഉണ്ട്, അല്ലെങ്കിൽ MRI റിപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ തേയ്മാനാണ്, ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ തേയ്മാനം കൂടുതൽ വരുന്നത് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വാദം ശരീരത്തിൽ കൂടുമ്പോഴാണ്. മനസ്സിലായില്ലേ? ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാം. എന്തെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ പഴയ വീഡിയോകൾ കണ്ടാൽ മതി. ഞാനിവിടെ ഐ ബട്ടണിൽ കാണിക്കാൻ ലാസ്റ്റ് പ്ലേലിസ്റ്റിലും നമ്മുടെ എല്ലാ വീഡിയോകളും ഉണ്ട്. എല്ലാ വീഡിയോകളും കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറന്നിട്ട് ഒരു ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ആരംഭിക്കാം. അതായത് മുട്ടുവേദന വരുന്നത് വാദം വർദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആമവാദം, രക്തവാദം, സന്ധിഗത വാദം, ഇത് 3 തരത്തിലാണല്ലോ. 3 രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള വാദരോഗങ്ങൾ. അതിൽ ഭൂരിഭാഗം പേർക്കും ഈ മുട്ടുവേദന വരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. രക്തവാദത്തിൽ മുട്ടുവേദന വരുന്നുണ്ട്, ആമവാദത്തിൽ മുട്ടുവേദന വരുന്നുണ്ട്, സന്ധിഗത വാദ രോഗികൾക്കും മുട്ടുവേദന വരുന്നുണ്ട്. പക്ഷേ സന്ധിഗത വാദ രോഗികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഡീജനറേഷൻ ആണ്. ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തിങ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എപ്പോഴും ഈ സന്ധിഗത വാദ രോഗത്തിനാണ്. 80 തരം വാദരോഗങ്ങളുണ്ടല്ലോ, അതിൽപ്പെട്ട ഒന്ന് തന്നെയാണിത്. അപ്പോൾ ഈ വാദം വർദ്ധിക്കുമ്പോഴാണ് അസ്ഥിധാതുവിന് ക്ഷയം സംഭവിക്കുന്നത്. വാദം ശരീരത്തിൽ കൂടുമ്പോൾ അസ്ഥിക്ക് ക്ഷയം സംഭവിക്കും. അസ്ഥിക്ക് ക്ഷയം സംഭവിക്കുമ്പോൾ എല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കുന്നുള്ള ടെൻഡൻസി കൂടും. അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന മുട്ടിലാണ്. അതിനെന്താ കാരണം? നിങ്ങളെല്ലാവരും നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് നല്ല ശരീരഭാരമല്ലേ, നല്ല ഭാരം. അപ്പോൾ ഈ ലോഡ് മുഴുവൻ വരുന്നത് നമ്മുടെ മുട്ടിലേക്കാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ്സ് വരുന്നതും ഭാരം താങ്ങുന്നതും നിങ്ങളുടെ നീ ജോയിൻ്റ് ആണ്. തണ്ടൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോവർ ബാക്ക്, ലംബാർ ബോൺസ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ കൂടുതൽ വെയിറ്റ് ബെയർ ചെയ്യുന്ന ജോയിൻ്റാണ് നീ ജോയിൻറ്റ്. കൂടുതൽ നമ്മുടെ എല്ലാ മൂവ്മെൻറ്റ്സിൽ ഇൻവോൾവ് ചെയ്യുന്നത്, നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഓരോ കാലം അനക്കുമ്പോഴും അതിൽ ഇൻവോൾവ്മെൻറ്റ് വരുന്ന ഒരു ജോയിൻ്റാണ് നീ ജോയിൻറ്റ്. അതാണ് ഈ വാദം വർദ്ധിച്ച് തേയ്മാനം വരുമ്പോൾ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന ഒരു ജോയിൻ്റാണ് നീ ജോയിൻറ്റ്. അത് തന്നെയാണ് നിങ്ങൾ പറയുന്നതും എല്ല് തേയ്മാനമാണ് സാറേ, എല്ല് തേയ്മാനം ഡോക്ടറെ, ഇതിന് എന്താണ് മരുന്ന്? ഞങ്ങൾ അവിടെ പോയി ഇന്നെ ടെസ്റ്റ് ചെയ്തു, അപ്പോൾ MRI ചെയ്യാൻ പറഞ്ഞു, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പം സന്ധിഗത വാദമാണെന്ന് പറഞ്ഞു. ഇത് തന്നെയാണോ വാദം? ഇത് തന്നെയാണോ ആമവാദം? രക്തവാദമാണോ ആമവാദമാണ്? ഇതൊക്കെയല്ലേ നിങ്ങൾ ചോദിച്ച സംശയങ്ങൾ. എന്നിട്ട് നിങ്ങൾക്കൊക്കെ ഇതിനുള്ള പൊടിക്കൈയും വേണം. അപ്പോൾ ഇതിന് തൈലം മാത്രം, തൈലങ്ങൾ നമ്മൾ നിശ്ചയിക്കും. തീർച്ചയായിട്ടും വാദത്തിനെ ശമിപ്പിക്കാനായിട്ട് തൈലം വേണം. തൈലം കൂടിയേ തീരൂ. എല്ല് തേയ്മാനം വരുന്നൊരവസ്ഥയിൽ ആദ്യം സംഭവിക്കുന്നത് ഈ വാദം വർദ്ധിക്കുമ്പോൾ ഫസ്റ്റ് ബേസിലുണ്ടാവുന്നത് ഈ ഫ്ലൂയിഡ് കുറയുക. സൈനൂവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു തരം വണ്ടിയിൽ ഓയിലില്ലേ, അതുപോലെ ഒരു ഓയിലുണ്ട് നമ്മുടെ മുട്ടിനകത്ത്, സൈനൂവിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. മനസ്സിലായോ? ആ ഫ്ലൂയിഡ് കുറഞ്ഞു തുടങ്ങും ഈ വാദം വർദ്ധിക്കുമ്പോൾ. ഇതാണ് ഫസ്റ്റ് സ്റ്റേജിൽ കാണുക. ഈ സമയത്ത് ഒരു ലക്ഷണം ഉണ്ടാവില്ല. നിങ്ങൾ ചുറുചുറുക്കോട് കൂടി ഇങ്ങനെ ഊട്ടിച്ചാടി നടക്കുന്ന പ്രായമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ചെറുങ്ങനൊരു തരിപ്പ്, ചെറുങ്ങനൊരു വേദന അവിടെ. അപ്പോൾ തട്ടിയതാന്ന് തോന്നുന്നു, ഇതിൽ പെട്ടാണെന്തെങ്കിലും തൈലുണ്ടോ? അങ്ങനെയൊക്കെ നിങ്ങൾ ആദ്യം ചോദിക്കും. ഒരു 30-35 വയസ്സുള്ള കാലത്തെ കാര്യം പറഞ്ഞത്. പിന്നെ അത് 50 വയസ്സാകുമ്പോഴേക്കും തേയ്മാനാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ പണ്ട് ആലോചിക്കണമായിരുന്നു. മനസ്സിലായില്ലേ? അന്ന് ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ വേദന വന്നത്. പക്ഷേ നമുക്കിതിന് പൊടിക്കൈയൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. പക്ഷേ പൊടിക്കൈ പറയാത്ത എന്തുകൊണ്ടാണെന്നറിയോ? പൊടിക്കൈയിൽ മാത്രം നിങ്ങൾ നിൽക്കരുത്. പൊടിക്കൈയിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ അതിനൊരു താൽക്കാലിക ശമനം നൽകുന്നതിനെ സാധിക്കുള്ളൂ. നേരെ മറിച്ച് ഉള്ളിലേക്കുള്ള അതിനുള്ള മരുന്നുകൾ, ഈ വാദത്തെ നിയന്ത്രിക്കുന്നതിനുള്ള, വാദം വർദ്ധിക്കാതിരിക്കുന്നതിന് ഉള്ള സംഗതികൾ എല്ലാം നിങ്ങൾ ഭക്ഷണ കാര്യങ്ങളും ജീവിത രീതികളും ഒപ്പം തന്നെ അതിനുവേണ്ട ഔഷധങ്ങൾ, കഷായങ്ങളോ എന്താണെന്ന് വെച്ചാൽ അത് ഉള്ളിലേക്ക് കഴിക്കുക. അതിനോടൊപ്പം പുറമേയുള്ള തൈലപ്രയോഗങ്ങളും പൊടിക്കൈകളും ചെയ്യുമ്പോൾ അത് എഫക്റ്റീവ് ആവും. മനസ്സിലായോ? എന്നാൽ തന്നെ ഡീജനറേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി റിക്കൂപ്പ് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. മനസ്സിലായോ? പക്ഷെ നമുക്കത് ഫർദർ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതിന് ഉള്ള സാധ്യത നിയന്ത്രിക്കാൻ സാധിക്കും. ഒരു പരിധി വരെ വന്നിട്ടുള്ള ഡാമേജസിനൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ സാധിക്കും. ഒരിക്കലും അത് പൂർണ്ണമായിട്ട് പഴയപടിയിലേക്കാവില്ല, അത് സത്യം തന്നെയാണ്. മനസ്സിലായോ? പക്ഷേ നമുക്ക് ഈ രൂക്ഷത കൂടുമ്പോഴാണല്ലോ വാദം വർദ്ധിക്കുന്നത്. അപ്പോൾ ഈ രൂക്ഷത കൂടുന്ന സംഗതികൾ എന്താണെന്ന് നിങ്ങൾ അറിയാണ്ട് ജീവിച്ചതുകൊണ്ടാണ് ഇത് സംഭവിച്ചു പോയിക്കുന്നത്. അപ്പോൾ ഈ രൂക്ഷത ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ കൂടിയെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും നിങ്ങളത് ഫോളോ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ തന്നെ ഇത് നിയന്ത്രിച്ചു കൊടുക്കും. മനസ്സിലായോ? അതിൻ്റെ ചില ഉദാഹരണങ്ങളിൽ ഈ കിഴങ്ങ്, പരിപ്പ്, കപ്പലിൻ്റെ സാധനങ്ങൾ ഒഴിവാക്കാനും ഉറക്കുളക്കിരുന്ന് പറയുന്നത്, സമയത്ത് കിടന്നുറങ്ങാനും നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. അത് ശരീരത്തിലെ വാദം വർദ്ധിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശരീരത്തിലെ വാദം വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫ്ലൂയിഡ് കുറയുന്നതും പിന്നീട് അത് തേയ്മാനമായിട്ട് മാറുന്നതും. അപ്പോൾ ഈ തേയ്മാനം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ തൈലം അതിന് ഒന്നാന്തരം പ്രയോഗം. അപ്പോൾ നമുക്കതിന് ഈ മുട്ടിനെ ആശ്രയിച്ച് സന്ധിഗത വാദമൊക്കെ ആകുമ്പോൾ നമ്മളതിന് സാധാരണ ഉപയോഗിക്കാറുള്ള തൈലങ്ങൾ പ്രപഞ്ചന വിവർദ്ധനം കുഴമ്പ്, സഹചരാതി തൈലം, കൊട്ടഞ്ചിക്കാതി തൈലം, പ്രപഞ്ചനം, മാഷസൈന്ധവം, അങ്ങനെ ഇതൊക്കെ കേതകി മൂലാദി ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. പഞ്ചസ്നേഹം, ദാനന്തരം ആവർത്തിച്ചത്, മഹാസ്നേഹം, ഇതൊക്കെ അവസ്ഥാനുസരണം നമ്മൾ നിശ്ചയിക്കും. ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകൾ ഏതാണെന്നും നിങ്ങളുടെ രോഗലക്ഷണങ്ങളും ദേഹപ്രകൃതിയൊക്കെ നോക്കിയിട്ട് ഇതിലേതേത് തൈലങ്ങളാണ് വേണ്ടതെന്ന് നിശ്ചയിക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? സ്നിഗ്ധാംശം, രൂക്ഷത കൊണ്ടാണുള്ളത് ഉണ്ടായിരിക്കണേ. അപ്പോൾ സ്നിഗ്ധത പുറമെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ തൈലങ്ങൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് തൈലങ്ങൾ കൂടെ പ്രാദേശിക ലേപം ചെയ്യാം. അല്ല, നിങ്ങൾക്ക് പെരട്ടി സന്ധ്യയാകുമ്പോൾ നമുക്ക് ഓൾ ബോഡി ഇട്ട് ഒഴിയാൻ പറയാറുണ്ട്. എന്താ കാരണം? അതായത് തേയ്മാനം വരുമ്പോൾ അല്ലെങ്കിൽ വാദം വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഒരു നീ ജോയിൻറ്റിൽ മാത്രമായിട്ടല്ല വാദം വർദ്ധിക്കുന്നത്. നിങ്ങൾ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന ജോയിൻറ്റ് നീ ജോയിൻറ്റ് ആയതുകൊണ്ട് അത് അഫക്റ്റ് ചെയ്യുന്നത് മാത്രം നിങ്ങളുടെ ശരീരത്തിൽ മൊത്തം ആ വർദ്ധിച്ച വാദം ബാധിക്കുന്നുണ്ട്. അപ്പോൾ 107 മർമ്മങ്ങൾ നമ്മുടെ ശരീരത്തിൽ മൊത്തം
സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. എല്ലാ മർമ്മസ്ഥാനങ്ങളിലും ഈ തൈലം പ്രയോഗിക്കുമ്പോഴാണ് അത് മൊത്തത്തിലുള്ള വാദത്തിനെ ശമിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും സഹായകമാവുള്ളൂ. അതുകൊണ്ടാണ് ഒരു നേരം, അത് പ്രത്യേകിച്ച് വെയിലാറി ഇരുട്ടാവുന്നതിന് മുമ്പുള്ള ഒരു നേരത്ത് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള തൈലങ്ങൾ 2-3 തൈലങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് കൊട്ടഞ്ചക്കാതിയും പ്രപഞ്ചനവും അല്ലെങ്കിൽ സഹജരാതിയും ഒക്കെ കൂട്ടിയാണ് പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ 3 തൈലങ്ങൾ അല്ലെങ്കിൽ 2 തൈലം പറഞ്ഞിട്ടുള്ള വെച്ചാൽ അത് എങ്ങനെ 2-3 നിശ്ചയിക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ രൂക്ഷതയുടെ അളവ്, നിങ്ങളുടെ പ്രായം, നിങ്ങൾക്ക് ഇത് എത്ര വർഷമായിട്ട് ഇത് ബാധിച്ചിട്ടുണ്ട്, എത്ര സിവിയറിറ്റി ഉണ്ട്, അതുപോലെ മറ്റ് അസോസിയേറ്റഡ് സിംറ്റംസ്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ, ഗ്യാസ് ട്രബിൾ ഉണ്ടോ, ഉറക്കക്കുറവുണ്ടോ, വാദത്തെ വർദ്ധിപ്പിക്കുന്നതിനുള്ള മറ്റു ഘടകങ്ങളും കൂടെ പരിഗണിച്ചിട്ടാണ് ഉള്ളിലേക്കുള്ള കഷായങ്ങൾ നിശ്ചയിക്കുന്നത്. എന്നിട്ട് അതിന് സാമ്യമുള്ള അതിനോട് പൊരുത്തപ്പെടുന്ന തരം തൈലങ്ങളാണ് പുറമേക്ക് നിശ്ചയിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ആ പൊട്ടൻസി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 തരം തൈലം 3 തരം തൈലമൊക്കെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതാ പറഞ്ഞിട്ടുള്ള പ്രൊപ്പോർഷനിൽ ചിലത് 2 പാർട്ട് ഒരു തൈലം, 1 പാർട്ട് വേറെ തൈലം, അങ്ങനെയൊക്കെ ആവും. അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ള ഡോക്ടർ കണ്ടതിന് ശേഷം നിശ്ചയിച്ചിട്ടുള്ള ആ അളവിലുള്ള തൈലങ്ങൾ, ആ തൈലങ്ങൾ സമമായിട്ടെടുത്ത് അല്ലെങ്കിൽ ആ അളവിൽ പ്രൊപ്പോർഷനിലെടുത്ത് ചൂടാക്കിയിട്ട് ചൂടോടെ നമ്മൾ ആ മുട്ടിൽ ശരീരത്തെ ഒട്ടാകെ തേച്ച് പുരട്ടെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. അരമണിക്കൂർ കൂടുതൽ തൈലെടുത്ത്. ഇപ്പം നാളൊരു പേഷ്യൻറ്റ് വന്നിട്ട് വൈകിട്ട് തൈലെടുത്ത് പിറ്റേ ദിവസം കുളിക്കുന്നുള്ളൂ, തുടച്ച് കളയുന്ന ഒന്നും ചെയ്യണില്ല. അറ്റ്ലീസ്റ്റ് തുടച്ച് കളയെങ്കിലും ചെയ്തില്ലെങ്കിൽ പനി പിടിക്കും. ചിലപ്പോൾ തൈലം കൂടുതൽ എന്നാലും പ്രശ്നമുണ്ട്. നിങ്ങളത് ഫുള്ള് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്തോട്ടെ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. പക്ഷെ അങ്ങനെ പാടില്ല. നമുക്കൊരു അരമണിക്കൂർ മതി. അരമണിക്കൂർ ഇടണം, മാക്സിമം 1 മണിക്കൂർ. മനസ്സിലായോ? അപ്പോൾ കൂടുതൽ സമയമൊക്കെ ഉള്ളവരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിട്ടയർ ചെയ്തു പ്രായമായി വീട്ടിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒരു 1 അവർ കൂടുതൽ തൈലിടരുത്. അപ്പോൾ ആ തൈലം വെയിലാറിയിട്ട് ഇടാവുള്ളൂ. ഇരുട്ടാവുന്നതിന് മുമ്പ് കുളിയും കഴിയണം. മനസ്സിലായോ? അപ്പോൾ ആ അളവിലെടുത്ത് ചൂടാക്കിയ തൈലം കഴുത്തിന് കീഴ് ദേഹത്തൊട്ടാകെ തേച്ച് തലോടിയിരിക്കുക എന്നാണ് അതിൻ്റെ ഭാഷ. അത് പതുക്കെ തേച്ച് തലോടിയിരുന്ന് ഒത്തിരി പ്രഷർ മസാജൊന്നും വേണ്ട. തേച്ച് തലോടിയിരിക്കുക, പതുക്കെ എല്ലാ അംഗങ്ങളൊക്കെ ഒന്ന് എക്സസൈസ് ചെയ്യുക. എല്ലാ മൂവ്മെൻറ്റ്സും, പോസിബിൾ മൂവ്മെൻറ്റ്സും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന എല്ലാ മൂവ്മെൻറ്റ്സും ഈ തൈലം പുരട്ടി ചൂടോടെ, ചെറു ചൂടോടെ, സഹിക്കാവുന്ന ചൂടോടെ തൈലം പുരട്ടിയിരുന്നിട്ട് നമുക്ക് ചെറിയ വ്യായാമം ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക. അപ്പോൾ ആ കുളിക്കാനുള്ള വെള്ളം തയ്യാറാക്കാനായിട്ട് ചില ഔഷധ ഇലകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുൻ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ആവർത്തിച്ച് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. മുൻ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുൻ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവും. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ശരീരം ഒട്ടാകെ തേച്ച് കുളിക്കുക ഒരു നേരം. പിന്നെ നമുക്ക് ലോക്കലായിട്ട് ഒരു 4 തുള്ളി ഞാനിങ്ങനെ പറയും, ഒരു തളികയിൽ ഒരു സ്റ്റീൽ ഡവറിലേ ആ തൈലം വെക്കാൻ പറയും. എന്നിട്ട് അതൊന്ന് ഇടയ്ക്കൊന്ന് ചെറുങ്ങനെ ചൂടാക്കിയിട്ട്, ഇപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുകയാണ് ഫ്രീ ടൈം ആണെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ഈ 4 പേരല്ല അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഒരു 4 തുള്ളി കിട്ടും. അത് ആ വേദനയുള്ള ഭാഗത്ത് ജെന്റ്ലി ഇങ്ങനെ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതൊരു 4-5 പ്രാവശ്യം പകലിങ്ങനെ കൂടെ പറ്റുമ്പോൾ എന്താ ചെയ്യല് തേയ്മാനം സംഭവിക്കുന്ന ഈ ഡിജനറേഷനും വാദം കൂടിയിട്ട് ഇനി ഞാൻ പറയുന്നില്ല, ബോറടിക്കണ്ട, ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിൽ ഉറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ തൈലം ഇങ്ങനെ 4 തുള്ളി കൂടെ പരട്ടി കൊടുത്താൽ ആ സ്നിഗ്ധത ഇങ്ങനെ അബ്സോർബ് ചെയ്യും. പിന്നെ വൈകിട്ട് ഒരു നേരം നമുക്ക് ദേഹത്തൊട്ടാകെ തേച്ച് കുളിക്കാം. ഇനിയിപ്പോൾ വൈകിട്ട് കടച്ചെത്തുന്നു അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് ലേറ്റായിട്ട് വരുള്ളൂ, രാത്രി പാതിരയായിട്ട് എത്തുള്ളൂ എന്നുള്ളൊരു നേരത്തെ രാവിലെ കുളിക്കുക. രാവിലെ നേരത്തെ ഒരു അരമണിക്കൂർ നേരത്തെ അങ്ങോട്ട് എണീറ്റാൽ മതി, കാര്യം നടക്കും. മനസ്സിലായോ? അപ്പോൾ അതിന് കണക്കാക്കി ഒരു അരമണിക്കൂർ നേരത്തെ കിടന്നുറങ്ങും ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഈ തൈലം ചൂടാക്കി പുരട്ടി ഒരു അരമണിക്കൂർ ഇരുന്ന് ഒരു ഇളം ചൂടുവെള്ളത്തിൽ അങ്ങോട്ട് കുളിക്കുക. സാധിക്കുമെങ്കിൽ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ നിർത്തിയില്ല, പുറത്ത് ചെമ്പ് വെച്ച് കലത്തിൽ വെള്ളം തിളപ്പിച്ച് കുളിക്കാൻ സൗകര്യമുണ്ട് എങ്കിൽ അതിൽ കുറച്ച് ഇലകളും കൂടി, അതായത് ഇപ്പോൾ പഴുത്ത പ്ലാവില, പേരയുടെ ഇല, ഉങ്ങിൻ്റെ ഇല, ആവണക്കില, പുളിയില, എരിക്കില, മുരിങ്ങയിലൊക്കെ ഞാൻ സാധാരണ പറയാറുണ്ട് രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച്. ഇതിലേതാണ് അവൈലബിൾ എന്നുണ്ടെങ്കിൽ ആ ഇലകളും കൂടിയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിച്ചാൽ കേമായി. ഓക്കെ, അപ്പോൾ വാദത്തിനെ ശമിപ്പിക്കാൻ ഒന്നാന്തരായി. ഇപ്പോൾ ഇതിൽ എല്ലാ ഇലയും കിട്ടില്ലെങ്കിൽ 1-2 കൂട്ടം കിട്ടിയാലും മതി. അത് എല്ലാ ദിവസമൊന്നും വേണ്ട, നമുക്ക് ആ ചെമ്പില ഇലകൾ കിടന്നോട്ടെ, ആഴ്ചയിൽ ഒരു ദിവസം മാറ്റിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ വാദത്തിനെ ശമിപ്പിക്കുന്ന വാദകരങ്ങളായ ഔഷധങ്ങൾ ഈ പറഞ്ഞൊക്കെ കുറുന്തോട്ടിയൊക്കെ കിട്ടുമെങ്കിൽ സമൂലം അങ്ങോട്ട് പറിച്ചിട്ട് ആ വെള്ളം തിളപ്പിച്ച് അതുകൊണ്ട് കുളിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കുളി പാസ്സാക്കണത് ഈ അഭ്യംഗം ചെയ്യുക, അഭ്യംഗവും സ്നാനവും എണ്ണ തേച്ചതിന് ശേഷം തേച്ച് തലോടി ഇരുന്ന് അരമണിക്കൂർ കഴിയുമ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കുക. അതന്നെ അതൊരു വഴി. പിന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ പ്രാദേശിക അഭ്യംഗം എന്ന് പറയും. നമ്മൾ ഈ 4 തുള്ളി വീതം ഫ്രീക്വൻ്റ് ആയിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങോട്ട് പുരട്ടി വലിഞ്ഞ് പൊക്കോളും. ഡ്രസ്സിലൊന്നും പറ്റില്ല, ധൈര്യമായിട്ടിരുന്നോ. ഇച്ചിരി സ്മെല്ലുണ്ടാവും കേട്ടോ, ഇച്ചിരി ഒട്ടി പിടിക്കുകയും ചെയ്യും. അത് നന്നായിട്ട് പുരട്ടി അങ്ങോട്ട് വലിഞ്ഞാൽ പിന്നെ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും 4 തുള്ളി അങ്ങനെ ചെയ്യാം. അത് നല്ലതാണ്, നല്ല റിസൾട്ട് കിട്ടും. അതൊന്ന്. പിന്നെ നമുക്ക് പിജു ചെയ്യും. പിജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കഷ്ണം പഞ്ഞി ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് അത് ഈ തൈലം ചൂടാക്കിയാൽ ആ നമ്മുടെ മുട്ടിൽ പതിച്ചിടാൻ കണക്കിന് ഒരു കഷ്ണത്തിൽ പഞ്ഞി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക വലിപ്പത്തിൽ. എന്നിട്ട് അതൊന്ന് വലിച്ചിങ്ങനെ നൈസാക്കുക. ഒത്തിരി കട്ട് ചെയ്യുക, എണ്ണ മുഴുവൻ കുടിച്ചെടുക്കും. അപ്പോൾ ഒന്ന് വലിച്ച് നൈസാക്കിയിട്ട് ഈ തൈലം ചൂടാക്കിയാൽ ഒന്നിങ്ങനെ മുക്കിയിട്ട് നമ്മൾ ആ മുട്ടിൽ ഇങ്ങനെ പതിച്ചിടുക. ഒരു അരമണിക്കൂർ നമ്മൾ എന്തെങ്കിലും ഒരു കട്ടിൽ പില്ലോ വെച്ച് ചാരി ഇരുന്നിട്ട് കാല് നിർത്തി വെച്ചിട്ട് അവിടെ പതിച്ചങ്ങനെ ഇട്ട ഒരു അരമണിക്കൂർ. ഇതൊന്നും വെയിൽ തീഷ്ണതയിൽ ഇരിക്കുമ്പോൾ പറ്റില്ല കേട്ടോ. ഒന്നുകിൽ ഒരു 11 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു 3 മണി 4 മണിക്ക് ശേഷം. അതാണ് ഉചിതം, നല്ലത്, ഏറ്റവും ഐഡിയൽ സമയം. പക്ഷേ രാവിലെയും വൈകിട്ടൊക്കെ നിങ്ങൾക്ക് മറ്റ് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ആശുപത്രികളൊക്കെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുകയാണെങ്കിൽ പകൽ സമയത്ത് ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. മനസ്സിലായോ? പിന്നെ ഇത് ചെയ്യുന്നതിൽ വേറെ സൂത്രപ്പണിയും കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഇത് മാക്സിമം റെസ്റ്റ് കൊടുക്കണം ഈ മുട്ടിനെ. അപ്പോൾ ഇങ്ങനത്തെ ചികിത്സകളൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ അനങ്ങാണ്ടിരുന്നുള്ളൂ ഒരു ഇതിൽ. അതുകൊണ്ട് കൂടി വേണേ ഇത് ചെയ്യണേ. മനസ്സിലായോ? അപ്പോൾ ഈ തൈലം അബ്സോർബ് ചെയ്യും. ഇനി ഉള്ളിലേക്കുള്ള കഷായങ്ങളുണ്ട്, ഡോക്ടറെ കണ്ട് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ തൈലം ചെറിയ നിങ്ങളുടെ അബ്സോർബ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പഞ്ഞിയിൽ മുക്കി പതിച്ച് അരമണിക്കൂർ വയ്ക്കുക എന്ന് പറഞ്ഞ പരിപാടിക്ക് പ്രാദേശികം പിജു എന്ന് പറയും. പ്രാദേശികം പിജു എന്നാണ് ഇതിന് സംസ്കൃതത്തിൽ പറയുന്ന പേര്.
പിജു ഇടുക എന്ന് പറയും. ചിലത് ബിജു എന്നാണ് പറയണേ. ചിലരൊക്കെ നല്ല രസം കേൾക്കാൻ ബിജു ഇട്ടില്ല ഡോക്ടറെ എന്ന് പറയും. ബിജു അല്ല, പിജു ആണ്. പറയുടെ പിജു ഇടുക എന്ന് പറയും ഇതിന് കേട്ടോ. അപ്പോൾ അതൊരു അരമണിക്കൂർ ഉപയോഗിക്കണം. എന്നിട്ട് ആ തൈലം ആ പഞ്ഞി അങ്ങനെ തന്നെ എടുത്ത് ആ ഡവറിലേക്ക്, ആ തലയിലേക്ക് വെക്കാം. മനസ്സിലായോ? എന്നിട്ട് അത് പിറ്റേ ദിവസം ഇതേപോലെ അതേ സമയത്ത് തന്നെ വീണ്ടും ഇട്ട് അരമണിക്കൂർ വയ്ക്കാം. അങ്ങനെ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ ആ തൈലവും ആ പഞ്ഞി മാറ്റി വേറെ തൈലം വെക്കണം. ഒരു 4 ദിവസമൊക്കെ ആകുമ്പോഴേക്കും അതൊരു പരുവാകും. അന്നാണ് ഫ്രഷൊക്കെ ഇടാമെങ്കിൽ നന്നായി. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ ആയാലും കുഴപ്പമില്ല. മനസ്സിലായോ? മാക്സിമം ഒരു 4-5 ദിവസം കഴിയുമ്പോൾ ആ തൈലവും ആ പഞ്ഞി മാറ്റുക. ഇതാണ് പിജു ഇടുക എന്ന് പറഞ്ഞത്. ഇനി അടുത്തൊരു പരിപാടിയാണ് പ്രാദേശിക ധാര. പ്രാദേശിക ധാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള തൈലം കുറച്ച് കൂടുതൽ അളവ് വേണ്ടി വരും. ഒരു 10-450 മില്ലി വേണ്ടി വരും. 2-3 തൈലം ഉണ്ടെങ്കിൽ എല്ലാവരും 150 മില്ലി, അല്ലെങ്കിൽ 2 തൈലാണെങ്കിൽ 200-225 മില്ലി കൊടുത്തിട്ട് 450 ml. അത് നമ്മൾ ആ മുട്ടിൻ്റെ ഭാഗത്തൊരു ഒരു ബേസിൻ ഇങ്ങനെ വയ്ക്കുക. നല്ല കിണ്ണല്ലേ, വലിയ കിണ്ണം. അത് വെച്ചിട്ട് ഈ തൈലം ചൂടാക്കിയിട്ട് ആ മുട്ടിൻ്റെ കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ, പിന്നെ അതിൻ്റെ മുട്ടിന് ചുറ്റും ഒരു കയ്യിലുകൊണ്ട് ഇങ്ങനെ തൈലം ചൂടാക്കി, ആ തൈലം തണുക്കും വീണ്ടും ഒന്നും കൂടി ചൂടാക്കുക. അതൊരു അരമണിക്കൂർ വേണ്ടു. അതിനാണ് പ്രാദേശിക ധാര എന്ന് പറയുക. ഇങ്ങനെയൊക്കെ ഈ തൈലം നമുക്ക് ഉള്ളിലേക്ക് വലിപ്പിക്കാൻ പറ്റും. അതൊക്കെ ഈ തേയ്മാനം നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നലെ വന്ന കുറച്ച് പേഷ്യൻസ് കൂടുതലായിട്ട് ഈ മുട്ടുവേദനക്കാർ വന്നിട്ട് അവരോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല, ഈ വീഡിയോ കണ്ടാൽ മതി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന കൂട്ടത്തിൽ മറ്റെല്ലാവർക്കും ഉപകാരപ്പെട്ടോട്ടെ. ഇപ്പോൾ ചെറുങ്ങനൊരു വേദന തുടക്കത്തിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രം ഒരു പൊടിക്കൈയായിട്ട് ചെയ്യാം. അപ്പോൾ ഈ പ്രാദേശിക ധാര ചെയ്യാം, പിജു ഇടാം, പ്രാദേശികമായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നന്നായി തുള്ളി പുരട്ടി കൊടുക്കാം. അതുപോലെ ദേഹത്തൊട്ടാകെ തേച്ച് തിരുമ്മിയിരുന്ന് തലോടി ഇരുന്ന് കുളിക്കാം. ഇതൊക്കെ ഈ ശരീരത്തിലേക്ക് തൈലം വലിക്കുന്നുണ്ട്. അപ്പോൾ പ്രാദേശിക ധാര എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു നമ്മൾ. പ്രാദേശിക ധാരയ്ക്ക് തൈലം ചൂടാക്കണു, തളിയിൽ വെക്കണു, നമ്മൾ കയ്യിലോണ്ട് കോരി ഇങ്ങനെ ഒഴിക്കണം. അതൊരു 4 വിരൽ മുകളിൽ നിന്ന് ഒഴിക്കണം. ഒരു ഇളം ചൂട് വേണം. തണുത്ത് വരുമ്പോൾ വീണ്ടും ചൂടാക്കിയിട്ട് ആ തൈലം ചൂട് വേണം എപ്പോഴും. ഒരു 2 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് തൈലം ഇങ്ങനെ ചൂടാക്കി ഒഴിക്കാം, ഒരാൾക്ക് അതിങ്ങനെ കോരി ഒഴിച്ചുകൊണ്ടിരിക്കുക. ധാര മുറിയില്ല എന്ന് പറയും. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കൂടുതൽ ഫലപ്രദം. പക്ഷേ ഒരാൾ തന്നെ ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ തന്നെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചൂടാക്കാൻ നേരത്ത് ഗ്യാപ്പ് വന്നു, ബ്രേക്ക് വന്നു. അപ്പോൾ ഒരാളിത് ചൂടാക്കി തരാനും ഒരാളിത് ധാര പോരാനും ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ വിശേഷമായി. അപ്പോൾ മുറിയാണ്ട് അങ്ങനെ അരമണിക്കൂർ കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പ്രാദേശികം പിഴിച്ചിൽ, പ്രാദേശികം ധാര എന്നൊക്കെ പറഞ്ഞത് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ പ്രാദേശിക ലേപം പഠിച്ചു, പ്രാദേശിക പിജു പഠിച്ചു, അഭ്യംഗം പഠിച്ചു, പ്രാദേശികമായിട്ട് നമ്മൾ ലോക്കൽ ആപ്ലിക്കേഷൻ പറഞ്ഞു. അപ്പോൾ ഇതേപോലെ ഫ്രീക്വൻ്റായിട്ട് തൈലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നിയന്ത്രണം കിട്ടും. തേയ്മാനം നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. ഇനി നമുക്ക് വേറൊരു പണി ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഷ്ടനം എന്ന് പറയും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈലം തന്നെ നമ്മൾ നന്നായിട്ട് കുളിർക്കാണ്ട് പുരട്ടുക. എന്നിട്ട് വേണമെങ്കിൽ ഇച്ചിരി കൂടുതൽ ഉണ്ടെങ്കിൽ ഈ പഞ്ഞി നമ്മൾ പിജി ഇടാനായിട്ട് പഞ്ഞിയിൽ മുക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ഇത് മുക്കിയെടുത്തിട്ട് ആ മുട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് ബാൻഡേജ് ചെയ്ത് രാത്രി ഇങ്ങോട്ട് കിടക്കുക. അപ്പോൾ ആ ഒരു പില്ലോ വെച്ചിട്ട് കാലൊന്ന് ഉയർത്തി വയ്ക്കുക. ഒരു റബ്ബർ ഷീറ്റ് ആ പില്ലോയിൽ വിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡിലൊന്നും പറ്റാതിരിക്കുക. അങ്ങനെ രാത്രി ആ കാല് കെട്ടി വെച്ചിട്ട് ആ മുട്ടിൻ്റെ ഒരു 4-5 ഇഞ്ച് മുകളിലേക്കും 4-5 ഇഞ്ച് താഴേക്കും ഇറക്കി നല്ല ജഗതാന്ത തുണികൊണ്ട് ഈ തൈലത്തിൽ മുക്കി തുണി വെച്ച് കെട്ടി വെച്ച് കിടക്കുക. അപ്പോഴും രാത്രി തൈലം അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഇത് കെട്ടി വെച്ചാൽ നിങ്ങൾക്ക് ഉറക്കം ശരിയാവില്ല എന്നുണ്ട് ചിലർക്ക്. ഉറക്കം വളരെ വാതരോഗികൾക്ക് പൊതുവെ കുറവായിരിക്കും. അപ്പോൾ ഉറക്കം കുറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പണി ചെയ്തു, പകൽ സമയത്ത് അത്യാവശ്യം ജോലികൾ കാര്യങ്ങൾ ശോധന കാര്യങ്ങളൊക്കെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടി വെച്ചൊരു 4-5 മണിക്കൂർ കെട്ടി വെച്ച് അത് അഴിച്ചു മാറ്റാം. അങ്ങനെയും ചെയ്യാം. ഇതിന് വേഷ്ടനം എന്ന് പറയും. വേഷ്ടനം. അപ്പോൾ ഇനിയിപ്പോൾ തൈലം വെച്ചിട്ടല്ലെങ്കിലും വെറുതെ വേഷ്ടനം ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വാതത്തിനെ ശമിപ്പിക്കാനുള്ള ചികിത്സയായിട്ട് വേഷ്ടനം പറഞ്ഞിട്ടുണ്ട്. വേഷ്ടനം എന്ന് പറഞ്ഞാൽ ഈ ബാൻഡേജ് ചെയ്യുക, കിട്ടുക എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാൽവണ്ണയിൽ കഫ് മസിലൊക്കെ വേദന കൂടുക എന്ന് പറയും ചിലർ രാത്രി. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മൾ ഈ ക്രൈബ് ബാൻഡേജ് ഇല്ലേ, നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടില്ലേ, ഇത് പണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള വേഷ്ടനത്തിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഫോമാണിത്. അപ്പോൾ നിങ്ങൾ ഈ ക്രൈബ് ബാൻഡേജ് വാങ്ങി കിട്ടിയാലും മതി. ആ മുട്ടിന് മുകളിൽ നിന്ന് തൊട്ട് ആ കാലിൻ്റെ കണ്ണി വരെ ഒരു മീഡിയം പ്രഷറിൽ ഒത്തിരി ടൈറ്റാക്കി കിട്ടി ബ്ലഡ് വെസലൊക്കെ ബ്ലോക്ക് ആകരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൊത്തം നീര് വരും. പാത്തിലേക്ക് നേരം വെളുക്കുമ്പോഴേക്കിങ്ങനെ ബൾജ് ചെയ്ത് നീര് വരും. അങ്ങനെ ചെയ്യരുത്. ഒരു മീഡിയം പ്രഷറിൽ മുട്ട് തൊട്ട് കാലിൻ്റെ കണ്ണി വരെ ഇങ്ങനെ വരിഞ്ഞ് കെട്ടുക. മനസ്സിലായോ? അപ്പോൾ ഇതും വേദന കുറയുന്നതിന്, ഈ കാഫ് മസിൽ കൊളുത്തി പിടിക്കുക, ഇതൊക്കെ കുറയുന്നതിന്, കൂടുതൽ വാദം കൂടുമ്പോൾ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ അതൊക്കെ. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. അപ്പോൾ വേഷ്ടനം നമ്മൾ തൈലം പുരട്ടാതെയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. പിജു ചെയ്യേണ്ട കാര്യം പറഞ്ഞു, ധാര പ്രാദേശിക ധാര പറഞ്ഞു, മൊത്തം തൈലം തേച്ച് കുളിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു 4-5 പ്രാവശ്യം നന്നായി തുള്ളി പുരട്ടി കൊടുത്താലത്തെ പ്രാധാന്യം പറഞ്ഞു. അപ്പോൾ ഈ ഉഴിച്ചിലും പുരട്ടുമ്പോഴും തൈലം ഒഴിക്കുമ്പോഴും ഒക്കെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ അതുപോലെ മുട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് സർക്കിളായിട്ടും ഒരു അങ്ങനെ ഒഴിയുകയാണെങ്കിലും തൈലം ഒഴിക്കുകയാണെങ്കിലും ഒക്കെ അങ്ങനെ വൃത്താകൃതിയിലും കൂടി ചെയ്യാം. അതും നന്നാവും. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഞാൻ എൻ്റെ രോഗികൾക്ക് നിർദ്ദേശിക്കാറുണ്ട്. ഇത്തരം സംഗതികളൊക്കെ പ്രാദേശികമായിട്ട് വീട്ടിൽ ഉള്ളിലേക്ക് കഷായങ്ങൾ കഴിക്കുന്നതിൻ്റെ ഒപ്പം ചെയ്യാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും എൻ്റെ രോഗികൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ വീണ്ടും കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. മറ്റെല്ലാവർക്കും പ്രയോജനപ്പെട്ടോട്ടെ. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ഇത്തരം തൈലപ്രയോഗം കൊണ്ട് മാത്രം ഇത് സാധിക്കും.
നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ പൊതുവേ സഹചരാദിയും കൊട്ടഞ്ചക്കാദിയും പ്രപഞ്ചനമൊക്കെ ഇതിന് ഉപയോഗിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതിലേതാ സൗകര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഒരു 3 ദിവസം 5 ദിവസമൊക്കെ മതി കേട്ടോ സ്വന്തമായിട്ടുള്ള ചികിത്സ. എന്നിട്ട് അത് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഉടനെ അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ സമീപിക്കുക, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്താൽ നമുക്ക് കൺസൾട്ട് ചെയ്തിട്ട് വേണ്ട മരുന്നുകളും തൈലങ്ങളൊക്കെ നിശ്ചയിക്കാൻ സാധിക്കും. അപ്പോൾ കൊട്ടഞ്ചക്കാദിയും സഹചരാദിയൊക്കെ പൊതുവെ എല്ലാ കേസിലും അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ്. ഇനിയിപ്പോൾ സ്പെസിഫിക്കലി നിങ്ങളുടെ കണ്ടീഷന് എന്താണ് വേണ്ടതെന്ന് അറിയണമെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ആ തൈലങ്ങൾ ഏതാണെന്ന് വെച്ചാൽ മേടിച്ച് ഉപയോഗിക്കുക. ഇതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല, സേഫാണ്, ഒരു സ്കിൻ അലർജി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ധൈര്യമായിട്ടിരുന്നത്. എന്താ വെച്ചാൽ ഇതൊക്കെ നല്ല ഔഷധങ്ങളിട്ട് തയ്യാറാക്കി ധാരാളം 4-5 ദിവസം തൈലത്തിൽ തിളപ്പിച്ച് അരിച്ചെടുക്കുന്ന തൈലങ്ങളാണിത്. അത് നിങ്ങളുടെ ശരീരത്തിനും ശരീരപ്രകൃതിക്ക് അനുസരിച്ചുള്ള നിങ്ങളുടെ ത്വക്കിനും ഒക്കെ മാർദ്ദം ഉണ്ടാകാനും സർക്കുലേഷൻ കൂട്ടാനും ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കാനും ആ സെൽസിനെ റീജനറേറ്റ് ചെയ്യുന്നതിനും നറിഷ് ചെയ്യുന്നതിനും പോഷകങ്ങൾ കൊടുക്കുക, ന്യൂട്രിയൻസ് കൊടുക്കുക എന്ന് പറയില്ല. നമ്മൾ ഭക്ഷണം കഴിച്ച് വയറ് നിറക്കില്ല, ഇതുപോലെ നമ്മുടെ കോശങ്ങൾക്ക് വേണ്ടതാണ് ഈ സ്നിഗ്ധത. അത് രൂക്ഷത വരുമ്പോൾ, ഡ്രൈനസ് വരുമ്പോൾ അതിന് സ്നിഗ്ധത നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഫസ്റ്റ് ഫേസിലൊക്കെ ഈ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൊണ്ട് മാത്രം തൽക്കാലം ആശ്വാസം കിട്ടും. പക്ഷേ വീണ്ടും റെക്കറൻസ്, നിങ്ങളിത് കുറച്ച് ദിവസം ചെയ്തു, അത് സബ്സൈഡ് ചെയ്തു, നെക്സ്റ്റ് മന്ത് വീണ്ടും വരിക, അല്ലെങ്കിൽ തണുപ്പ് വീണ്ടും വന്നു, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് കാലാവസ്ഥ ഒന്ന് മാറുമ്പോൾ വീണ്ടും സിംറ്റംസ് കാണുന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, തീർച്ചയായിട്ടും നിങ്ങളുടെ ആയുർവേദ ഡോക്ടറിനെ സമീപിച്ചേ പറ്റൂ. അതല്ലെങ്കിൽ ഇത് ഉള്ളിൽ ഇപ്പോൾ ഒരു പ്ലാവിൻ്റെ തടിയിലുള്ളിൽ വെള്ള ഇങ്ങനെ പരക്കുകയാണെങ്കിൽ അത് നമ്മൾ പുറമെ നോക്കി അറിയില്ല, തടിക്കച്ചവടക്കാർക്ക് മനസ്സിലാവും. മനസ്സിലായി എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സിന് ഇത് കാണുമ്പോൾ മനസ്സിലാവും. എന്താ ഞങ്ങൾ മുഴുവൻ ഇത് ലക്ഷണങ്ങളിൽ നിന്നാണ് പഠിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, തൈലം പുരട്ടി മാറി എന്ന് വിചാരിക്കും, പക്ഷേ ഇത് ഉള്ളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവും. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ പൊടിക്കൈകൾ പറയാത്തത്. പൊടിക്കൈകൾ ചെയ്താൽ നിങ്ങളത് വെച്ച് അസുഖം കൂടുതൽ ഗുരുതരമാവും, നിങ്ങളതും വെച്ച് അങ്ങനെ കൊണ്ടു നടക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് എനിക്ക് പൊടിക്കൈ തീരെ ഇഷ്ടമില്ലാത്തത്. മനസ്സിലായോ? പിന്നെ തെറ്റായ സംഗതികളിലൊക്കെ ഇപ്പോൾ രക്തവാദത്തിൽ തൈലം തെച്ചു, അല്ലെങ്കിൽ ആമവാദം തുടക്കത്തിൽ തൈലം കൊണ്ട് പറ്റിയ വേദന അങ്ങോട്ട് കൂടും. രക്തവാദം ഒന്നും നീരും ചുട്ടുനീറ്റൊക്കെ ഉള്ള നേരത്തെ തൈലം കോരി അങ്ങോട്ട് ഒഴിച്ചാണ്ടല്ലോ ഇവരറിയും, വേദനയൊക്കെ പിറ്റേ ദിവസത്തേക്ക് കൂടും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനുകൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് മുഴുവൻ അറിഞ്ഞൊന്നും വരില്ല. അതുകൊണ്ടാണ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറയുന്നത്. ഞാൻ പൊടിക്കൈകൾ കൂടുതൽ, ഞാൻ പൊടിക്കൈയുടെ പ്രവാചകനല്ല എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, എന്നിരുന്നാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടാൽ ഒന്നും കൂടി മനസ്സിലാക്കാം, മനസ്സിലുറപ്പിക്കാം. മറ്റെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തോ. ഞാൻ പറഞ്ഞില്ല അല്ലേ, ലൈക്ക് ചെയ്തോ, മറന്നു പോയതാ, ഇപ്പോൾ ലൈക്ക് ചെയ്തോ. അപ്പോൾ നാളെ 3 മണിക്ക് ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.